ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ ട്രിപ്പ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആവാം. അതിനു മുമ്പേ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുമല്ലോ അല്ലേ. നമുക്കിനി പാക്കിങ് ചെയ്യാനുണ്ട്. ചെരുപ്പൊക്കെ മേടിച്ചു കേട്ടോ. ചെരുപ്പൊക്കെ മേടിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാ വീഡിയോസും എന്ത് ചെയ്യാനാണ് ഗൈസ്, ഡിലീറ്റ് ആയിപ്പോയി. സോ നോ പ്രോബ്ലം, നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ, ഓക്കെ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കോസ്മെറ്റിക്സൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലിപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഐലൈനർ, കാജൽ, അങ്ങനത്തെ സാധനങ്ങളെടുത്തു. പിന്നെ ലിപ്സ്റ്റിക്കെല്ലാം നമുക്ക് ഒരു കളിയില്ല, അതുകൊണ്ട് പിന്നെ അതും മറക്കാതെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് പൊട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ആക്സസറീസ് എടുത്താലോ. പിന്നെ ഞാൻ വീണ്ടും ഹെയർ ആക്സസറീസ് എടുക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഈ ഒരു ബണ്ണും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സ്ലൈഡൊക്കെ കുറച്ച് വേണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സ്ലൈഡ് എടുക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിന് മുന്നേ ബണ്ണിൽ ഒരു ബ്ലാക്ക് കളർ ബണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കളർ ബണ്ണ് മാത്രം എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ കുട്ടി ബണ്ണുണ്ടല്ലോ അതെടുത്തു. പിന്നെ നമുക്ക് ഡിസ്കോ ബാൻഡിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി ക്ലിപ്സ് വേണമെന്ന് ഇല്ലായിരുന്നു, എന്നാലും ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 1 ഡേ ട്രിപ്പാട്ടോ, എന്നാലും ഞാൻ ഇതെല്ലാം എടുത്തു. പിന്നെ ബ്രേസ്ലെറ്റ്സും മാലയും ചെയിൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. മാലയും ചെയിനൊക്കെ ഒന്ന് തന്നെയാണ്, എന്നാലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റാറിൻ്റെ ചെയിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറെ ചെയിൻ നോക്കിയെങ്കിലും എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല, സ്റ്റാറിൻ്റെയാണ് ഞാൻ എടുത്തത്. പിന്നെ ബ്രേസ്ലെറ്റ്സ് എടുക്കാൻ മറന്നു, അപ്പോൾ പിന്നെ ബ്രേസ്ലെറ്റ്സും കൂടി എടുത്ത്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ടാൽക്കം പൗഡർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ടാൽക്കം പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ ആക്സസറീസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഹെയർ ആക്സസറീസ് അല്ല, ഇതിൽ ക്ലിപ്സ് ഉണ്ടല്ലോ, ഹെയർ ക്ലിപ്സ്, അത് എടുക്കുകയാണ്. ഇവിടെ കുറേ ക്ലിപ്സ് ഉണ്ട്, അപ്പം എനിക്ക് ആവശ്യമുള്ളത് എടുക്കുകയാണ്. ഓക്കെ, ഞാനതെല്ലാം തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പിങ്ക് ഉള്ള ഫ്ലവർ ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ കുറച്ച് സ്ലൈഡ് ഉണ്ടല്ലോ, എന്താ പറയുക, ടിക് ടാക് സ്ലൈഡ് എന്നാണ് പറയാൻ തോന്നുന്നു. അപ്പോൾ ആ സ്ലൈഡിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഏതാണ്ട് ഇവിടെ ഈ ഒരു സ്ലൈഡിൻ്റെ സിബ്ലോക്ക് കവർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ചുകൂടി സ്ലൈഡ്സ് ആക്കാനാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ചുകൂടി സ്ലൈഡ്സ് എടുത്തിട്ടു കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം കൂടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെയാണ് ഓർത്തത് വാസ്ലിൻ എടുത്തിട്ടില്ല, വാച്ച് എടുത്തിട്ടില്ല, ഐ ഡ്രോപ്സ് എടുത്തിട്ടില്ല, പിന്നെ എന്താ പറയുക, സ്പെക്സിൻ്റെ ബോക്സ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വാസ്ലിൻ എടുത്തിട്ടില്ല കേട്ടോ, പിന്നീട് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ അവനെടുത്ത് പോയി നോക്കിയിട്ട് ടൈം നോക്കി യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ അടിച്ചുവിട്. പിന്നെ ഞാൻ അച്ഛമ്മയെടുത്ത് കൊണ്ടിട്ട് ഹെയർ ബാൻഡും കോംബോ ഒക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മുടി കെട്ടി തരാൻ. അപ്പോൾ അച്ഛമ്മയാട്ടോ ഇന്ന് മുടി കെട്ടി തരുന്നത്. അമ്മ പാക്കിങ്ങിൽ ബിസി ആയതുകൊണ്ട് അച്ഛമ്മ മുടി കെട്ടി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അച്ഛമ്മയുടെ ഫേസൊക്കെ സൂം ചെയ്യാം കേട്ടോ. നോക്കി ഗൈസ്, എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഓയിലിയാണ്. സോ രാത്രിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇപ്പോൾ ടൈം 10:30 ആ ഒരു ടൈമാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഗെറ്റ് റെഡി ഞാവാണ്, ഫേസിൽ ഗെറ്റ് റെഡി കേട്ടോ. സോ അപ്പം ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്തത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിലും മാക്സിമം ഈ ഒരു മോയ്സ്ചറൈസർ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വാസ്ലിനാണ് ഇട്ടത്. ഇത് ഡേ ടൈമിൽ ഞാൻ ഇടാറില്ല, ഡേ ടൈമിൽ ഇട്ടാൽ ചുണ്ട് കറക്കും എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡേ ടൈമിലാണെങ്കിൽ ഞാൻ ലിബാമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഐലൈനർ കൊണ്ട് ഒരു പൊട്ട് തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്, എന്നാൽ പിന്നെ വേഗം പൊട്ടും തൊട്ട് കൊടുത്തു കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ അന്ന് ഒരുങ്ങിയിരിക്കുന്നത്, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മോയ്സ്ചറൈസർ ചെയ്തു, വാസ്ലിൻ ഇട്ടു. ഞങ്ങൾ എല്ലാവരും റെഡിയാണ് കേട്ടോ ട്രിപ്പ് പോകാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അച്ഛമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ടാറ്റ കൊടുത്തു. പിന്നെ ഞങ്ങൾ
പിന്നെ ഞങ്ങൾ യമുന നഗറിൽ പോയിട്ട് അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ ബസ് വന്നു ഗൈസ്. ഞങ്ങൾ ഈ ഒരു ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ വേഗതര അതിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോൾ. പിന്നെ ഇതിൽ ബാക്കിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ വൈബടിച്ച് ത്രില്ലടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പോയപ്പോഴത്തേക്കിനും. എന്താ പറയുക, നമ്മൾ പോയപ്പോഴത്തേക്കും അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വഴിയിൽ നിന്ന് കയറുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിലും അതിൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റും. ആരുമല്ല കേട്ടോ, വാസുകിയാണ്. അപ്പോൾ വാസുകി എന്ന് പറയാം, മിത്രയെന്നും പറയാം. അപ്പോൾ മിത്ര വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക അലമ്പെന്നല്ല, ഇവിടെ വൈബാവും. ഒന്ന് സെറ്റാകും. അതുവരയ്ക്കും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. സോ പിന്നെ ഞാൻ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. അമ്പാടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ പേര് അമ്പാടിക്കണ്ണ എന്നാണ് കേട്ടോ. പിന്നെ ഇതേ ഇരിക്കുന്നു നന്ദു ചേച്ചി. അമ്മ ഇവിടെ ഇരുന്ന് എന്താ പറയുക ബാഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ വന്നിട്ടുണ്ട് മിത്ര. ഇനി നമുക്ക് ഇവളെ വെച്ച് കുറച്ച് വ്ളോഗൊക്കെ ആവാം കേട്ടോ. പിന്നെ അമ്മയും ഞാനും കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നന്ദു ചേച്ചിനെയും ശ്രുതി ചേച്ചിനെയും കൂടിയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. നന്ദു ചേച്ചി എവിടെയൊക്കെയോ വായ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മേഘു ചേച്ചി എല്ലാവരും ഉണ്ട് താണ്ടിരിക്കുന്നു മിത്ര. അപ്പം ഞങ്ങളെ എല്ലാവരും കൂടി ത്രില്ലടിച്ചിരിക്കുകയാണ് ഗൈസ്. നന്ദു ചേച്ചിക്കും മേഘു ചേച്ചിക്കും വീഡിയോയിൽ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരും ഒക്കെ ഞാൻ മനഃപൂർവ്വം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മയുടെ കൂടെയൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വായി പഠിച്ച് ത്രില്ലടിച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മിത്രയും ഞാനും കൂടി കുറേ ഇത് കളിച്ചു കേട്ടോ. ഫൈനലി ഗൈസ് നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ വന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ ഇപ്പോൾ പറയാം. നമ്മൾ വന്നിരിക്കുന്ന പ്ലേസാണ് വാഗമൺ. എന്തായാലും നേരത്തെ മനസ്സിലായൊരു കമൻറ്റ് ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് നേരത്തെ അറിയായിരിക്കും. സോ അവരല്ല, ബാക്കിയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഈ റൂമിൽ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു റൂമിൽ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറേ ഇരുന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, റൂം ടൂർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു ടേബിളും പിന്നെ ഈ 2 ചെയറും പിന്നെ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കിൽ ബെഡുണ്ട്. പിന്നെ അതിൻ്റെ താഴെ എക്സ്ട്രാ ബെഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അലമാര. പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് എന്താ പറയുക സിറ്റ് ഔട്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് അപ്പുറത്തെ ഡോറ് തട്ടുകയാണ് കേട്ടോ. അപ്പുറത്തുള്ള നന്ദു ചേച്ചി മേഘു ചേച്ചിയാണ്. പിന്നെ ഞങ്ങളത് എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും ആ ലൈറ്റ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു സൺറൈസ് ആണെന്ന്. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചു ഗൈസ്. അവസാനം ഞാൻ ചമ്മിപ്പോയി ഗൈസ്. ഓക്കെ, നല്ല രസമല്ലേ. ഞാൻ പിന്നെ അതെല്ലാം ചുറ്റി വളച്ചൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിലും നന്ദു ചേച്ചി മേഘു ചേച്ചിയൊക്കെ വരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെയൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ലൈറ്റ് രണ്ടാമത് കണ്ടപ്പോൾ മനസ്സിലായി ലൈറ്റാണെന്ന്. അപ്പോൾ ദേ സുനി ആൻറ്റി എന്ന് പറയാം, സുനി അത്തെന്ന് പറയാം. ദേ മേഘു ചേച്ചി താണ്ടിരിക്കുന്നു. മേഘു ചേച്ചി പിറകെ നന്ദു ചേച്ചി ശ്രുതി ചേച്ചി വരുന്നുണ്ട് ഗൈസ്. എന്തായാലും വീഡിയോയിൽ കിട്ടി, അത് മാത്രം സന്തോഷം. പിന്നെ ഗോപിയത്ത വന്നു, മിത്ര വന്നു, എല്ലാവരും വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ഫുള്ള് സ്ഥലമൊക്കെ നോക്കി എല്ലാവരും മാറി വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ 6 മണി ആ ഒരു ടൈമായിരുന്നു ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ചുണ്ടിന് ഭയങ്കര തണുപ്പായിരുന്നു. അത്ര തണുപ്പായിരുന്നു. 4 സെറ്റ് ഞാൻ എടുക്കാൻ മറന്നു ഗൈസ്. എന്ത് ചെയ്യാനാ. പിന്നെ ഞാൻ ആ ഷോളം പതിച്ച് മൂടി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ തന്നെ നന്ദു ചേച്ചീനും ഇത് ചേച്ചിയൊക്കെ ഞാൻ വീണ്ടും കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.